ഹലോ മുത്തുകളെ, സ്വത്തുകളെ, കരളുകളെ, കുളിരുകളെ, പഞ്ചാര കുഞ്ചുകളെ, അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എടാ, ഞാൻ നിങ്ങളുടെ ബയോളജിയുടെ ഫാക്കൽറ്റിയാണ്. സാർ ബയോളജിയോ? അതേതാ വിഷയം? എടാ, ബേസിക് സയൻസ് അറിയില്ലേ? നമുക്ക് 8ാം ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസ് ഉണ്ട്. ബേസിക് സയൻസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം. അതിൽ ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിന്റെ ബഹുമാനപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ല, ബഹുമാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആര്? ഞാൻ. ഓക്കെ, നമ്മളിതിൻ്റെ മുമ്പ് ലൈവിലൊക്കെ വന്നിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് പരിചയപ്പെടാം, വഴിയെ പരിചയപ്പെടാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ, ഈ വർഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വർഷത്തിന് എന്താ പ്രത്യേകത സാർ? എടാ, ഈ വർഷം നിങ്ങൾ 8ാം ക്ലാസ്സിലാണ്. അതിപ്പോൾ വലിയ പ്രത്യേകതയാണോ? ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വർഷം നിങ്ങൾ 8ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പല ആളുകളും, ഭൂരിഭാഗം ആളുകളും, ഒരു 90% ആളുകളും പുതിയ സ്കൂളിലായിരിക്കും. പുതിയ സ്കൂൾ. ഇനി നിങ്ങളുടെ അപ്പർ സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികളല്ല, നിങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. ഏതല്ലേ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. മാത്രമല്ല, അതിലേറെ വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നിങ്ങൾക്ക് പുതിയ പുസ്തകമാണ്. അതെല്ലാ കൊല്ലം ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയ പുസ്തകമല്ലേ? അങ്ങനല്ല. ഈ വർഷം പുതിയ സിലബസ് ആണ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കഴിഞ്ഞ 10 വർഷമായിട്ട് 8ാം ക്ലാസ്സിലെ സിലബസിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ ഈ വർഷം 8ാം ക്ലാസ്സിൽ പുതിയ പുസ്തകമാണ്, പുതിയ സിലബസ് ആണ്. മൊത്തത്തിൽ ഒരു മാറ്റങ്ങളാണ്. അതായത് ചില ആളുകൾ വരുമ്പോൾ ചില സ്ഥലങ്ങൾ തന്നെ മൊത്തത്തിൽ മാറുമല്ലോ, ആ രീതിയിലാണ് നിങ്ങളുടെ. അതായത് നിങ്ങൾ വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾ വന്നപ്പോൾ 8ാം ക്ലാസ് തന്നെയാണ് മാറി. 8ാം ക്ലാസ് വേറെ ലെവലായി. അങ്ങനെ പുസ്തകം മാറി. ആ പുസ്തകം മാറി. ഇപ്പോൾ എല്ലാ പുസ്തകങ്ങളും അതിന് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ചില പുസ്തകങ്ങൾ വന്നു, ചില പുസ്തകങ്ങൾ വന്നിട്ടില്ല. ചിലതിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രം വന്നു, ചിലതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വന്നു, ചിലതിൻ്റെ മലയാളം മീഡിയം വന്നിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പക്ഷേ ബേസിക് സയൻസിൻ്റെ പുസ്തകം വന്നിട്ടുണ്ട്. സത്യം നോണ പറയല്ല. ബേസിക് സയൻസിന് ശരിക്കും 3 പാർട്ടാട്ടോ, 3 പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് മാത്രമേ നിലവിൽ വന്നിട്ടുള്ളൂ. മലയാളം മീഡിയം മാത്രമേ വന്നിട്ടുള്ളൂ, ഇംഗ്ലീഷ് മീഡിയം വന്നിട്ടില്ല എന്നാണ് നിലവിലുള്ള അപ്ഡേറ്റ്. ഇനി വേണമെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് മീഡിയം പുസ്തകം വരാതിരിക്കാം, ഡിപ്പെൻസ്. എനിവേ, വന്നത് വെച്ചിട്ട് നമ്മളതിൽ ബയോളജിയിൽ എന്തെല്ലാം ഭാഗങ്ങൾ പഠിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സബ്ജക്റ്റുകളാണ് അതിൽ പഠിക്കാനുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു രത്ന ചുരുക്കമാണ് ഈ വീഡിയോ. അതായത് ബയോളജിയിൽ നമുക്ക് എന്തെല്ലാം പഠിക്കണം. എടാ, ബേസിക് സയൻസിൽ ഈ വർഷം ബയോളജിയിൽ നമ്മൾ 1ാം പാർട്ടിൽ എന്തൊക്കെ പഠിക്കണം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇന്ന കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. എന്താ ഇപ്പോൾ കുറേ പഠിച്ചിട്ട് ഇപ്പോൾ തന്നെ ഒന്നും പഠിക്കേണ്ട, സ്കൂളൊന്നും തുറന്നിട്ടില്ലല്ലോ. ഇനി സ്കൂൾ തുറന്നിട്ട് ആദ്യത്തെ 2 ആഴ്ച പഠിത്തൊന്നുമില്ല. വേറെ കുറേ ഡ്രഗ്സ്, അതുപോലെ തന്നെ നിങ്ങൾ സമൂഹത്തിൽ പാലിക്കേണ്ട കുറേ നന്മകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ക്ലാസ് എടുത്ത് തരിക. ഓക്കെ, അല്ലാതെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങളെ സബ്ജക്റ്റുകളും തിയറികളൊന്നും ക്ലാസ് എടുക്കില്ല. ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല, ഡ്രഗ്സിൻ്റെ ദൂഷ്യഫലങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വരുന്ന വർഷം എന്ത് ചെയ്യുന്നത്, പുതിയ സർക്കാരിൻ്റെ പുതിയൊരു പരിപാടിയാണ്. അപ്പോൾ അതായിരിക്കും നമുക്ക് ആദ്യത്തെ 2 ആഴ്ചയുള്ള ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ജൂൺ 3 സ്കൂൾ തുറന്നാലേ ജൂൺ 4 സ്കൂൾ പൂട്ടും. എന്താ, ജൂൺ 5, 6 പെരുന്നാളാണ്, വലിയൊരുന്നാൾ. അപ്പോൾ നിങ്ങൾക്ക് ലാഭമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ദിവസം പഠിക്കൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വർഷം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ബോധമില്ലാതെ വെറുതെ എങ്ങനെ അവിടെ പോയി അങ്ങനെ പാടില്ല. കാരണം ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിൽ തോൽക്കും, പ്രശ്നമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം തോറ്റിട്ടുണ്ട്, ഏകദേശം 2 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. അപ്പോൾ നമുക്ക് കുറച്ചൊരു ബോധ്യം വേണം, നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ പഠിക്കണം, അതിനെക്കുറിച്ചൊരു അന്തർധാര സജീവമാക്കണം. നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഇന്നതൊക്കെ പഠിക്കാനുണ്ട്. വെറുതെ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇപ്പം തന്നെ പഠിക്കണ്ട, സാവകാശം പഠിക്കാം. നമ്മളുണ്ട്. ഓക്കെ, അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം, എങ്ങനെ നമ്മൾ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. സോ മുത്തുകളെ, സ്വത്തുകളെ, കരളുകളെ, കുഴികളെ, പഞ്ചാര കുഞ്ചുകളെ, നമുക്ക് ബയോളജിയിൽ ഈ വർഷം പാർട്ട് 1 കേട്ടോ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ പാർട്ട് 1 3 ചാപ്റ്റേഴ്സാണ് ബയോളജിയിൽ പഠിക്കാനുള്ളത്. അതിൽ 1ാമത്തെ ചാപ്റ്റേഴ്സ് നട്ടു നനക്കാം നന്മകൾ കൊയ്യാം, ലെറ്റ്സ് പ്ലാന്റ് ആൻഡ് വാട്ടർ ആൻഡ് റീപ് ദ ബെനിഫിറ്റ്സ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിൽ പ്രധാനമായിട്ടും അഗ്രികൾച്ചർ, കൃഷിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജീവന്റെ ഉത്ഭവം ജീവികളുടെയും, അതായത് ജീവന്റെയും ജീവികളുടെയും ഉത്ഭവം, ഒറിജിൻ ഓഫ് ലൈഫ് ആൻഡ് ഓർഗാനിസം. ഭൂമിയിൽ എങ്ങനെയാടാ ജീവൻ ഉണ്ടായത്, ഭൂമിയിൽ എങ്ങനെയാടാ മനുഷ്യന്മാരുണ്ടായത്, ഭൂമിയിൽ എങ്ങനെയാടാ ജന്തുക്കൾ ഉണ്ടായത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്. സെല്ലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കോശങ്ങളെക്കുറിച്ച്. ആ കോശങ്ങളും കോശജാലങ്ങളെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 1ാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അഗ്രികൾച്ചർ ആൻഡ് ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ മെത്തേഡ്, കൃഷിയും വ്യത്യസ്തമായ കൃഷി രീതികളും. സിമ്പിൾ പരിപാടിയാണ്, വലിയ സീനൊന്നുമില്ല, സിമ്പിൾ കുഞ്ഞു കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ. കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം വളങ്ങൾ ഉപയോഗിക്കണം, രാസവളം ഉപയോഗിക്കാം, ജൈവവളം ഉപയോഗിക്കാം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അതൊക്കെ സിമ്പിൾ സാധനം. അതൊക്കെ നമ്മൾ ലോജിക്ക് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. എവറസ്റ്റ് കിടക്കണ പോലെ ആന മലം മറിക്കണ പരിപാടിയൊന്നുമല്ല, സിമ്പിൾ.
ഞാനില്ലേ പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞു തരും. ഓക്കെ. പിന്നെ മൂന്നാമത്തത് പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം. അത് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ കുറെ കീടങ്ങൾ വരും. മിസ്റ്റർ കീടാണു, കൃഷിയെ നാശമാക്കാൻ വരുന്ന കീടാണുക്കൾ, ആ കീടാണുക്കളെ കൊല്ലണം. അപ്പോൾ അത് ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് അവരെ കൊല്ലുക, അവരെ നിയന്ത്രിക്കുക, അതാണ് പിന്നെ പഠിക്കാനുള്ളത്. പിന്നെ ലാസ്റ്റ് സ്മാർട്ട് ഫാമിംഗ്. സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള കൃഷി രീതി. അതായത് ചില കൃഷി രീതികളുണ്ട്, മണ്ണില്ലാതെ കൃഷി ചെയ്യാം, മണ്ണില്ലാതെ കൃഷി ചെയ്യും, അങ്ങനെ വെള്ളമില്ലാതെ കൃഷി ചെയ്യാം, വെള്ളമില്ലാതെ കൃഷി ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റുമോ? പറ്റും. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അവർ ക്യൂരിയോസിറ്റി വന്നില്ലേ, അതാണ്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ അത് മോനെ സീന്, രണ്ടാമത്തെ ചാപ്റ്റർ വേറെ ലെവൽ. രണ്ടാമത്തെ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്നത് വിശദീകരിക്കുന്ന സിദ്ധാന്തങ്ങൾ, തിയറികൾ. അതായത് ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്, ലൈഫ് എങ്ങനെ ഭൂമിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ തിയറികളാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ രണ്ടാമത് പഠിക്കാനുള്ളത് എവല്യൂഷൻ ഓഫ് ഓർഗാനിസംസ്, അതായത് ജീവികൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ. പണ്ട് കുഞ്ഞു കുഞ്ഞു ജീവികളാണ് ഉണ്ടായിരുന്നത്, പക്ഷെ ഇന്ന് വലിയ വലിയ ജീവികളൊക്കെ ഉണ്ട്. പണ്ട് ആകെ ഒരു കോശമുള്ള ചെറിയ ചെറിയ ബാക്ടീരിയ പോലത്തെ പാവപ്പെട്ട ജീവികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ബാക്ടീരിയ പോലത്തെ പാവപ്പെട്ട ജീവികളുണ്ട്, പണക്കാരായ നമ്മളും ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് ജീവികളും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച്, അതായത് എവല്യൂഷൻ ഓഫ് ഓർഗാനിസം, ജീവികളുടെ പരിണാമമാണ് ഈ ഒരു ചാപ്റ്ററിൽ രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതൊരു ചെറിയ ചാപ്റ്റർ ആട്ടോ, സെക്കൻഡ് ചാപ്റ്റർ. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ സെല്ലും സെൽ ക്ലസ്റ്റേഴ്സും ആണ് അല്ലേ. സെല്ലും സെൽ ക്ലസ്റ്റേഴ്സും. മൂന്നാമത്തേത് കോശങ്ങളും കോശജാലങ്ങളും. അതിൽ നമുക്ക് രണ്ട് ഭാഗമാണ്. ആ ഒരു ചാപ്റ്റർ നമുക്ക് രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ഭാഗത്തിൽ കോശങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതായത് സെല്ലിനെ കുറിച്ച്, സെൽ ഓർഗനൽസിനെ കുറിച്ച്, ആ കോശത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ കുറിച്ച്, അംഗങ്ങളെ കുറിച്ച്, അതിനുള്ളിലെ മെമ്പേഴ്സിനെ കുറിച്ച്. പിന്നെ സയൻറ്റിസ്റ്റ് അബൌട്ട് സെൽ ആൻഡ് സെൽ തിയറി, കോശവുമായി ബന്ധപ്പെട്ട കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട്, കോശ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കുറേ സയൻറ്റിസ്റ്റുകൾ. അതായത് ഇപ്പോൾ കോശമാര് കണ്ടെത്തി, സസ്യകോശമാര് കണ്ടെത്തി, ജന്തുകോശമാര് കണ്ടെത്തി, അങ്ങനെ കുറേ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. പിന്നെ ചില തിയറികളുണ്ട്, സെൽ തിയറി ഒക്കെ, അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ നമുക്ക് ആ ഒരു ഭാഗത്ത് മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സെല്ലുകളൊക്കെ കൂടിച്ചേർന്ന് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ടിഷ്യൂ, കലകൾ. അതായത് സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അതിങ്ങനെ കൂടിച്ചേർന്ന് നമുക്കൊരു സാധനം കിട്ടും, അതാണ് കലകൾ. എന്നിട്ട് നമ്മൾ ആ കലകളെ കുറിച്ചാണ് പിന്നീട് പഠിക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ, വ്യത്യസ്ത തരം കലകൾ. പിന്നെ അതിൽ തന്നെ നമ്മൾ അനിമൽ സെല്ലിനെ കുറിച്ച് പഠിക്കും, പ്ലാന്റ് സെല്ലിനെ കുറിച്ച് പഠിക്കും. അനിമൽ സെൽ എന്താ? ജന്തുകോശം. പ്ലാന്റ് സെൽ എന്താ? സസ്യകോശം. പിന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, അതെന്താണ് സാധനം? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ കണ്ടിട്ടില്ലേ, സസ്യങ്ങളെ വളരാൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഇത്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഓക്കെ, സസ്യങ്ങളുടെ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ടിഷ്യൂ. അതൊന്നും ഇപ്പോൾ പഠിക്കണ്ട, നമുക്ക് അപ്പം പഠിക്കാം, സമയമുണ്ടല്ലോ. എന്തിനാ ടെൻഷൻ, എതുക്ക് ഭയം? വൈ ഫിയർ വെൻ സൈലം ഈസ് ഹിയർ. ഓക്കെ, അത് പോട്ടെ. ബൈ ദ ബൈ, പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് ഇതൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സംഭവം ജസ്റ്റ് സിമ്പിൾ ആൻസറാണ്. നിങ്ങൾ സൈലത്തിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് നമ്മളെ ലൈവുകൾ കാണുക, കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കേൾക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിൽ ഓരോ ഷോർട്സും ഓരോ വീഡിയോസൊക്കെ ഇടും, അത് നിങ്ങളെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീക്ഷിക്കുക, അങ്ങനെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുക. നിങ്ങളിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിക്കാണ്ട്, ഇത് പഠിക്കാണ്ട് അത് പഠിക്കാണ്ട് അങ്ങനെയൊന്നും പഠിക്കരുത്. ഭയങ്കര ഇന്ന് ഇത് പഠിക്കാണ്ട്, നാളെ അത് പഠിക്കാം, അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കാം. പിന്നെ ചില ദിവസങ്ങൾക്ക് മൂഡ് ഉണ്ടാവില്ല, അന്ന് പഠിക്കരുത്, അടുത്ത ദിവസം പഠിക്കണം, അതത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സൈലങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനൊക്കെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃത്യമായ സ്റ്റഡി പ്ലാനൊക്കെ തന്നിട്ടില്ലായിരുന്നു, അതേപോലെ 8ാം ക്ലാസ്സിലും തരും. പിന്നെ നമുക്ക് NMMSൻ്റെ കോച്ചിങ് ഒക്കെ ഉണ്ട് ഈ വർഷം. ഓക്കെ, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ സൈലത്തിൻ്റെ ഒരു ട്രാക്കിൽ കറക്റ്റ് പോന്നാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അടിപൊളിയായിട്ട് 8ാം ക്ലാസ് പാസ്സാവാം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ആൻസർ ചെയ്യുന്നു, സൈലം ഈസ് ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈലത്തിനെ ഫോളോ ചെയ്യുക, നമുക്ക് അടിപൊളിയാക്കാം, ഉഷാറായി പഠിക്കാം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മുത്തുമണികൾ ഞാനിപ്പോൾ 3 ചാപ്റ്റർ പറഞ്ഞു. അഗ്രികൾച്ചറിൻ്റെ ചാപ്റ്റർ, പിന്നെ എന്താണ് ഒറിജിൻ ഓഫ് ലൈഫ്, അതായത് ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വിശദീകരിക്കുന്ന ചാപ്റ്റർ. പിന്നെ ലാസ്റ്റിലെ ചാപ്റ്റർ സെല്ലും സെൽ ക്ലസ്റ്റേഴ്സും, കോശവും കോശജാലങ്ങളും, സെല്ല്, ടിഷ്യൂ, സെൽ ഓർഗനൽസ്, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന 3ാമത്തെ ചാപ്റ്റർ. ഈ 3 ചാപ്റ്ററാണ് ബയോളജിയിൽ പഠിക്കാനുള്ളത്. ഈ 3 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ, കമൻറ്റ് ഓൺ ദ ചാപ്റ്റർ യു ലൈക്ഡ് മോസ്റ്റ്. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട, പക്ഷേ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ ഇഷ്ടപ്പെടാം, ഞാൻ അത്രയൊക്കെ പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പോൾ സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അറക്കൽ. വീണ്ടും കാണാൻ വിധിയുണ്ടെങ്കിൽ ഗുഡ് ബൈ.